സ്വാതി കോട്ടയം ജില്ലാ കളക്ടറാണ് ഇപ്പോൾ നമ്മൾ അത്തരത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ ചോദ്യം ചോദിച്ചപ്പോൾ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് കരുതുന്നില്ല എന്നുള്ളതാണ് ആദ്യം അദ്ദേഹം മറുപടി പറഞ്ഞത്. പക്ഷേ അത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദമായ ഒരു പരിശോധന നടത്തി ആ റിപ്പോർട്ടായി സർക്കാരിലേക്ക് സമർപ്പിക്കും, മന്ത്രിക്ക് സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ജില്ലാ കളക്ടറുടെ പ്രതികരണമാണ് ഈ അവലോകന യോഗത്തിന് ശേഷം ആദ്യമായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഒരുപക്ഷേ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവം. ആ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നേരത്തെ മന്ത്രിമാർ പറഞ്ഞത്. അത്തരം വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ല എന്നുള്ളത് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പോലും ഈ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും അത്തരത്തിലൊരു അടിയന്തര മീറ്റിംഗ് ചേരുകയും ചെയ്തത്. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത സർക്കാരിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആർക്കെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടപടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അവിടെ നടന്ന ആ അപകടത്തിന് ശേഷമുണ്ടായ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനത്തിന് ഏതെങ്കിലും തരത്തിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാലതാമസം ആരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്ന തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും വിശദമായി അന്വേഷിക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ജില്ലാ കളക്ടർ ഈ വിഷയങ്ങൾ ഒരാഴ്ചക്കകം റിപ്പോർട്ടായി സമർപ്പിക്കുമെന്നുള്ളതും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. സ്വാതി.